കാലുമല് പൂച്ച മാന്തി പോലത്തെ പാന്റ്, കുറെ ഓട്ടി മാന്തയിലൊക്കെ ഉണ്ടാവൂലേ, എന്താണ് എന്റെ തൊലി കാണും ഇവിടെ കാണുന്നത്, അതൊക്കെ ഇപ്പൊ ട്രെൻഡാണ് വല്യപ്പേ, നിങ്ങളിപ്പോ ഒന്ന് നോക്കണ്ട. പൂച്ച മാന്തി പോലത്തെ പാന്റ്, കാലുമൽ ഉറട്ട് കണ്ടൊക്കെ വലിച്ചു കയറ്റിയിട്ട്, പിന്നെ വളരെ താന്നു നിൽക്കുന്ന ഒരു പാന്റും. ഏതുപോലെ നമ്മുടെ ചെറിയ കുട്ടികൾ പമ്പേഴ്സ് മൂത്രയിച്ച ബാക്കിൽ ഇങ്ങനെ തൂങ്ങുമല്ലോ, ഇങ്ങനെ കുട്ടികൾ നടക്കണ പോലെ ഇങ്ങനെ 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 നടക്കും. ഇതേപോലെ ചെറുപ്പക്കാരൻ നടക്കണം. കാരണം പാന്റിന്റെ അടിക്ക് തൂങ്ങിയിട്ട് ആ രണ്ടിന്റെയും ജോയിന്റ് കുറെ ഇവിടെ മുട്ടിന്റെ ഭാഗത്താണ്. ബസ്സക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കാൻ കഴിയില്ല, ഇങ്ങനെ ചാടുക ചെയ്യാം. നമ്മളൊക്കെ ഇങ്ങനെ സ്കൂട്ടറേറ്റ് ഓരോ സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഈ കുട്ടികളുണ്ടല്ലോ, സ്കൂളിൽ പോണ കുട്ടികൾ ഒരു ലിഫ്റ്റ് ചോദിക്കും. ഞാൻ ചെറൂർ സ്കൂളൊക്കെ വരുന്ന സമയത്തുണ്ട്, അവിടുന്ന് കുട്ടികളുണ്ടാവും. അപ്പൊ കൈ കാണിക്കും, അപ്പോൾ നിർത്തിയിട്ട് കയറ്റി കൊടുക്കും. അപ്പൊ ഓനക്ക് കാലെടുത്തിട്ട് സ്കൂട്ടറിന് മേലെ കയറ്റാൻ വയ്യ, പിന്നെ ഓന് കൈ കുത്തിയിട്ടാണ് ചാടുകയാണ്. കാരണം നട എങ്ങനെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ രൂപം. ഇക്കോലത്തുള്ള ഒരു കോലത്തിലേക്ക് കുട്ടി എത്തും. ഇങ്ങനെ കോലത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ നമുക്ക് പിടിച്ചാൻ കിട്ടാത്തടത്തേക്ക് എത്തി. അപ്പൊ പിന്നെ നമുക്ക് പരാതിയായി. അപ്പൊ പിന്നെ നമ്മൾ എഴുതി കൊടുക്കലായി, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നു, അല്ലെ കൗൺസിലറെ സമീപിക്കേണ്ടി വരും. ശരിക്കും ആലോചിക്കുകയാണ്, ചെറിയ പ്രായത്തിൽ കുട്ടിക്ക് മുടി വെട്ടിച്ച് ക്രോപ്പാക്കി മുടി വെട്ടിച്ച് കൊടുക്കുന്ന ഉമ്മ, അതേ ഉമ്മ അതേ മകന്റെ വിഷയത്തിൽ, അതേ മുടിയുടെ വിഷയത്തിൽ വലുതാകുമ്പോ തോന്നിയ പോലൊക്കെ മുടി വെട്ടിക്കുമ്പോ പിന്നെ പിടിച്ചിട്ട് കിട്ടാതെയാകുമ്പോ അതേ വിഷയത്തിൽ, അതേ കുട്ടിയുടെ വിഷയത്തിൽ, അതേ മുടിയുടെ വിഷയത്തിൽ ഉസ്താദിനോട് പോയി പറയാണ്, നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ, ഓൻ ഇങ്ങനെയൊക്കെ മുടി വെട്ടുന്നതെന്ന്. ചെറുപ്പത്തിൽ ഇതൊക്കെ നമ്മൾ ഹലാലാക്കി കൊടുക്കും. പിന്നെ ഓനക്ക് ബോധം വരുമ്പോൾ ഓൻ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമാണ്. നമ്മുടെ വീട്ടിലെ കുട്ടി ചെറുപ്പത്തിലാകുമ്പോൾ നിങ്ങൾക്ക് പെൺകുട്ടിയൊക്കെ ജീൻസ് പാന്റ് കൊടുക്കൂലേ? ചെറുപ്പത്തിലാകുമ്പോൾ നിങ്ങൾ ജീൻസ് പാന്റ് കൊടുക്കും. എന്നാൽ ഈ കുട്ടി കുറച്ചൊക്കെ വലുതാകുമ്പോൾ സാമാന്യം ബോധമുള്ള എമ്മി വാപ്പയാണെങ്കിലും ഇജിപ്പോ വലുതായിക്കണേ, ഇനിയിപ്പോൾ അതൊന്നും ഇടണ്ട. ഒരു കാര്യം ആലോചിച്ചോളൂ, അതിന് വലുതായാലും ഇല്ലെങ്കിലും അത് കേടന്നെയാണ്. ഒരിക്കലും ഒരു പെണ്ണിനക്ക് ജീൻസ് പാന്റ് അനുവദനീയമല്ല. അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, സൈക്കോളജിയും അങ്ങനെ തന്നെ പറയുന്നു, ബയോളജിയും അങ്ങനെ തന്നെ പറയുന്നു. വെസ്റ്റേൺ കൺട്രീസിൽ നിന്നാണ് നമുക്ക് ഈ കൾച്ചർ കിട്ടിയത്, ഈ ജീൻസ് പാന്റും സംഗതികളൊക്കെ. അവരിന്ന് അത് ഒഴിവാക്കി, അവരിപ്പോ പാവാടയിലേക്കും മിടിയിലേക്കും വന്നു. ഒരുപാട് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലങ്ങളും ക്യാൻസർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട യൂട്രസ് പ്രോബ്ലങ്ങളും, പെൽവിക്സ് ഇടുങ്ങിയിട്ട് യൂട്രസ് ചെറുതായിട്ട് നന്നായിട്ട് ഡെലിവറി നോർമൽ ഡെലിവറിയിലേക്ക് പറ്റാതെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ സംഗതികളൊക്കെ വന്നപ്പോൾ അവർ ഇതിന്റെ പഠനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഈ ജീൻസ് പാന്റ് കോല് ഒഴിവാക്കി. ഓലിപ്പോ പാവാട മിടിയായി. വലിയ ഇറക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ, റുക്കൂലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ആ പാവാടന്റെ വലിപ്പം. എന്നാൽ പോലും അവർ ജീൻസ് പാന്റ് ഒഴിവാക്കി. നമ്മളിപ്പോഴും ആ ഭയങ്കര ജീൻസ് പാന്റില്ല, വലിയ ഫഹ്ർ അറിഞ്ഞെടുക്കുകയാണ്. ടൈറ്റ് ജീൻസ്, ടൈറ്റ് ലെഗിൻസ്, ദാറ്റ് ഹസാർഡ് ഈസ് യുവർ ഹെൽത്ത്, ദാറ്റ് കോസ് ക്യാൻസർ. ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെയും പിന്നെ UK സ്റ്റഡിയും ലണ്ടൻ സ്റ്റഡിയായിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത്തരം ടൈറ്റ് ലെഗിൻസും ടൈറ്റ് അണ്ടർ ഗാർമെന്റ്സും ടൈറ്റ് ലെഗിൻസും ആരോഗ്യത്തിന് പ്രശ്നമാണ്. ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലങ്ങൾ ഉണ്ടാക്കും, വന്ധ്യതാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഒരു പെൺകുട്ടിക്ക് നല്ലതല്ല. അതിനൊരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഒരു ജനറൽ സദസ് ആയതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. വലുതായാൽ നമ്മൾ പറയും, അപ്പൊ നമ്മൾ മോള് പറഞ്ഞ വർത്താനാണ്, ആഹാ അപ്പുറത്ത് സലീനാത്താന്റെ ഫിനൂടുണ്ടല്ലോ, അപ്പുറത്ത് സൂറാത്താന്റെ പൊന്നൂടുണ്ടല്ലോ, അപ്പുറത്ത് അമ്മായിന്റെ കുട്ടിയുണ്ടല്ലോ, എനിക്ക് മാത്രം ഇടാൻ പറ്റൂലല്ലേ. ഇത് പറയുമ്പോ പിന്നെ നമുക്കൊരു ന്യായം ഉണ്ടാവില്ല. അപ്പൊ ഉമ്മ പിന്നെ എന്നാ പിന്നെ ചിട്ടോ, ഞാൻ വാപ്പാനോട് പറഞ്ഞോളാം. പിന്നെ നമ്മളെങ്ങനെ ഓള് ആ കുട്ടിയല്ലേ സാരല്ല ഇട്ടോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളാണ്ട് ഒപ്പിക്കും. പിന്നെ അങ്ങനെയാണ് പോകും, അത്രേ ഉള്ളൂ. മദ്രസക്ക് പോകുമ്പോ മാത്രം ഇടാനുള്ളതല്ല ഈ എന്താ പറയാ, ഈ മക്കനയും പർദ്ദയും. കല്യാണത്തിന് പോകുമ്പോൾ അതന്നെയാണ് ഇടേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായുണ്ടോ? ആൺകുട്ടിക്ക് വെള്ളത്തുണിയും വെള്ളക്കുപ്പായും മദ്രസയിലെ യൂണിഫോം ആയിട്ട് തൊപ്പിയൊക്കെ നിങ്ങൾ ഇട്ട് കൊടുക്കും. പെൺകുട്ടിക്ക് ഇവിടെ ഏത് കളർ മഫ്തയെന്ന് എനിക്കറിയില്ല, കറുത്ത പർദ്ദയും ഓരോ മദ്രസക്ക് ഓരോ കളർ മഫ്തയാണ്. യൂണിഫോം ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഇട്ട് കൊടുക്കും. അത് മദ്രസക്ക് മാത്രമുള്ള വേഷമല്ല. ചിലപ്പോൾ നമ്മൾ അങ്ങാടിക്കൂടെ പോകുമ്പോൾ ചില പെണ്ണുങ്ങൾക്കുണ്ട്, മൂലേരെ കണ്ടാ പിന്നെ ഭയങ്കര ഈമാനാണ്, തലക്കണ്ട് താഴ്ത്തി മുഖക്കണ്ട് മറച്ചിട്ടുണ്ട് പോകും. എന്നാ അങ്ങാടിക്ക് പോയാലോ, അങ്ങാടിയിൽ വേറെയുള്ള സമയത്തോ, ടെക്സ്റ്റൈൽസ് പോയാലോ, വീട്ടിൽ മീൻകാരം വന്നാലോ, ഓല ആ മാക്സിം അതിട്ട് കണ്ട് തന്നെ വരും. അപ്പൊ ഇത് മൂലേരെ മുമ്പിലാണ് ഇങ്ങനെ മറക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ആലോചിച്ചൊക്കെയാണ്. എപ്പോഴും നടക്കേണ്ട കോലാണത്. ഉമ്മ എപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതി. അതന്നെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ വീട്ടിൽ നമ്മളെ കുട്ടി എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണെന്നർത്ഥം. നല്ലോണം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടിക്ക് ചെറുപ്പത്തിലെ അദബുകൾ ശീലിപ്പിക്കണം. പലപ്പോഴും ഇന്ന് കാണുന്ന ഒരു കാഴ്ച,
ബഹുമാനപ്പെട്ട ഷാജാ റഹ്മാൻ ഉസ്താദിന്റെയും ജൗഹർ മാഹിരി കരിപ്പൂർ ഉസ്താദിന്റെയും അതുപോലെ നമ്മുടെ സിംസാർ അഖിൽ ഉസ്താദിന്റെ ഒക്കെ പ്രസംഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ വ്യാപകമായിട്ട് സഹോദരിമാർക്ക് നടക്കുന്നത് കൊണ്ട് ഇന്ന് കുറെയൊക്കെ ഉമ്മമാര് ഹിജാബിൽ നടക്കുന്നവരാണ്. ശരിയല്ലേ? അല്ലേ? ഹിജാബുകാർ കൂടിയിട്ടുണ്ട്. ആണ് ഹെൽമെറ്റ് ഇട്ടാലും പെണ്ണ് ഹിജാബ് ഇട്ടാലും സംഗതി സൗകര്യം കേട്ടോ, അത് വേറൊരു മസലയാണ്. ഹിജാബിന്റെ ആൾക്കാർ കൂടിയിട്ടുണ്ട്, കയ്യുറക്കാർ കൂടിയിട്ടുണ്ട്, കാലുറക്കാർ കൂടിയിട്ടുണ്ട്. എന്നാൽ ഈ ഉമ്മ അങ്ങാടി കൂടെ പോകുമ്പോ ആ ഉമ്മന്റെ കയ്യിലുള്ള ഒരു പെൺകുട്ടിന്റെ അവസ്ഥ, ആ ഉമ്മ അങ്ങാടി കൂടെ പോകുമ്പോ ആ ഉമ്മന്റെ കൂടെയുള്ള മരോള അവസ്ഥ പണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഒബാമയും അവന്റെ പെണ്ണുങ്ങളും വന്ന പോലെയാണ്. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഫ്ലൈറ്റ് വന്നിറങ്ങിയിട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരു കോണി ഉണ്ടല്ലോ, ആ കോണിന്റെ മേലെ ഒബാമയും അവന്റെ പെണ്ണുങ്ങളൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു പത്രത്തിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അറിയില്ല. ഒബാമന്റെ വേഷം എങ്ങനെയാണ്? നല്ല ഷൂ ധരിച്ച്, ഷോക്സ് ധരിച്ച്, പാന്റ് ധരിച്ച്, ഷർട്ട് ധരിച്ച്, കോട്ട് ധരിച്ച്, ടൈ കെട്ടിയത് കൊണ്ട് കഴുത്ത് ഇങ്ങനെ ഇടുങ്ങി നിൽക്കുകയാണ്. ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് തലഭാഗം പുറത്ത് കാണുന്നുണ്ട്, ഓന്റെ മുൻകൈയും കാണുന്നുണ്ട്. ഒരു സ്ത്രീയോട് നിസ്കാരത്തിൽ അള്ളാഹു എങ്ങനെ മറക്കണം എന്നാ പറഞ്ഞത്? മുഖവും മുൻകൈയും അല്ലാത്തതൊക്കെ മറക്കണം എന്ന്. ഓന് നല്ലോണം ഹിജാബിലാ വന്നിറങ്ങിയത്. അതിന്റെ ഒപ്പം തന്നെ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിന്റെ കോലം ഈ സദസ്സിൽ എനിക്ക് പറയാൻ വയ്യ. ഇതേപോലെയാണ് ഇന്ന് പലപ്പോഴും ഒരു ഉമ്മ ഇങ്ങനെ അങ്ങാടി കൂടെ പോകുമ്പോൾ ആ ഉമ്മന്റെ കൈയും പിടിച്ചിട്ടൊരു സാധനം ഉണ്ടാവും, ഒന്നിങ്ങനെ സ്വർഗത്തേക്ക് ഒന്നിങ്ങനെ നരകത്ത് കുട്ടിക്കെടുത്ത പോലെ. എന്നിട്ട് അങ്ങാടിയിലെ മനുഷ്യന്മാരെ ആണുങ്ങളെ കണ്ണ് മുഴുവനും ഓളെ പല ഭാഗത്തേക്കും. ഒരു പെണ്ണ് അവിടുന്ന് ഇങ്ങനെ നടന്നു വരുമ്പോ, ആണുങ്ങളെ ഭാഗത്തേക്ക് നടന്നു വരുമ്പോ അവളുടെ മാറിടത്തിൽ ഇബ്ലീസിരുന്ന് ആ ഭാഗത്തെ ഭംഗിയാക്കി കൊടുക്കും. ഒരു പെണ്ണ് അങ്ങാടിയിൽ നിന്ന് അങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോ അവളുടെ ഊരക്കെട്ടിൽ ഇബ്ലീസ് ഇരുന്ന് ഭംഗിയാക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആണുങ്ങളെ കണ്ണിനെ ശ്രദ്ധിച്ചോളണം. കണ്ണുകൊണ്ട് വേണ്ടാത്തത് കണ്ടു കഴിഞ്ഞാൽ ചിന്ത കേടുവരും. ചിന്ത കേടെന്നാ പിന്നെ വലിയ പ്രയാസാണ്. കുറെ ഞരമ്പ് രോഗികളൊക്കെ നമ്മളെ കൂടുതലുണ്ടല്ലോ, പലപ്പോഴും പല കേസും കേൾക്കുന്നില്ലേ? പ്രായമുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പീഡന കേസിൽ ഇരകളായിട്ട് വരുന്നത്, ചെറുപ്പക്കാരൊന്നല്ല. കണ്ണിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നല്ലോണം ശ്രദ്ധിക്കണം. ഏതൊരു പെണ്ണും അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ സ്വന്തം ഹലാലായ ഭർത്താവിന്റെ മുമ്പിൽ 250 രൂപേനെ മാക്സിന് കുത്തിപ്പിടിച്ച് ആ കരിയായ കോലത്തിലുണ്ട് വരും. ഇങ്ങനെ ഓള് അങ്ങാടിക്ക് ഇറങ്ങുമ്പോഴോ 2500 രൂപേന്റെ ചുരിദാറൊക്കെ ഇട്ട് നല്ല സുമുഖിയായി സുന്ദരിയായി നാട്ടുകാരെ മുമ്പിൽ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കും. അതുകൊണ്ട് ഇപ്പൊ ആണുങ്ങൾക്കുള്ളൊരു അസുഖം എന്താ അറിയോ? എൻ്റെ അടുത്തേക്ക് കുട്ടികളെ കൗൺസിലിംഗ് കൊണ്ടുവരുമ്പോ പിന്നെ ഉമ്മാക്ക് പറയാനുള്ള പരാതി എന്താ അറിയോ? കുട്ടികളെ വാപ്പാക്ക് വണ്ടിമ പോകുമ്പോ മുമ്പ് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ്. ബാക്കി മനസ്സിലായില്ല, ഞാൻ പറയണ്ടല്ലോ.